എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ LBS നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് പ്രകാരം വിദ്യാർത്ഥികൾക്ക് ഓപ്ഷനുകൾ നൽകുന്നതിനായിട്ട് ഇന്ന് വൈകുന്നേരം 5 മണി വരെയായിരുന്നു അവസരം ഉണ്ടായിരുന്നത്. അതായത് ഈ ഒരു നവംബർ 21-ാം തീയതി വൈകുന്നേരം 5 മണി വരെയായിരുന്നു വിദ്യാർത്ഥികൾക്ക് ഓപ്ഷനുകൾ നൽകാനായിട്ടുള്ള അവസരം നൽകിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾ ഈ ഒരു സമയത്ത് ഓപ്ഷനുകൾ നൽകിയിട്ടുണ്ടാകും എന്ന് കരുതുന്നു. അതുപോലെ തന്നെ പുതുതായിട്ട് 2 കോളേജുകൾ വന്നിട്ടുണ്ട്. അതായത് ന്യൂലി ആഡഡ് കോളേജസ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ വെബ്സൈറ്റിൽ ഇന്ന് വന്നിട്ടുള്ളതാണ്. അതായത് ഓൾറെഡി ഈ ഒരു 3 കോളേജുകൾ ഈ ഒരു കുറച്ച് ദിവസം മുമ്പ് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ നിലവിൽ ഈ ഒരു 2 കോളേജുകളുടെ ലിസ്റ്റാണ് വെബ്സൈറ്റിൽ വന്നിട്ടുള്ളത്. അതായത് ഒരു കോളേജ് അൽഫോൻസ കോളേജ് ഓഫ് നഴ്സിംഗ് ഇടുക്കിയിലുള്ളതാണ്, 40 സീറ്റാണുള്ളത്. അതുപോലെ തന്നെ കോപ്പറേറ്റീവ് കോളേജ് ഓഫ് നഴ്സിംഗ് പയ്യന്നൂരാണ്, 60 സീറ്റാണുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു കോളേജുകളിലേക്കുള്ള അലോട്ട്മെൻറ്റുകൾ ഗവൺമെൻറ്റിൻ്റെ ഓർഡർ അനുസരിച്ചിട്ടായിരിക്കുമെന്ന് പ്രത്യേകം സൂചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് ഇനി എത്ര അലോട്ട്മെൻറ്റുകളാണ് ഉണ്ടാവുക എന്നുള്ളത്. അപ്പോൾ ഇനി ഏകദേശം 2 അലോട്ട്മെൻറ്റ് ഉണ്ടാവാനാണ് സാധ്യത. ഒരു സ്പോട്ട് അലോട്ട്മെൻറ്റും ഒരു സ്പെഷ്യൽ അലോട്ട്മെൻറ്റും ഉണ്ടാവാനാണ് കൂടുതൽ സാധ്യതയുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഇന്നത്തെ നിങ്ങൾ ഓപ്ഷൻ നൽകിയിട്ടുള്ള ആ ഒരു അലോട്ട്മെൻറ്റ് റിസൾട്ട്, അതായത് ഈ ഒരു അലോട്ട്മെൻറ്റ് 17ാമത്തേതാണ് ഈ ഒരു അലോട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു 17ാമത്തെ അലോട്ട്മെൻറ്റ് റിസൾട്ട് ഈ ഒരു നവംബർ 22-ാം തീയതി, അത് നാളെയാണ് പ്രസിദ്ധീകരിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റ് പ്രകാരം അലോട്ട്മെൻറ്റ് കിട്ടുകയാണ് എങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു നവംബർ 25-ാം തീയതി വൈകുന്നേരം 4 മണിക്കുള്ളിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ പോയിട്ട് അഡ്മിഷൻ നേടാവുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് നിലവിൽ ഏതെങ്കിലും കോളേജിൽ അഡ്മിഷൻ നേടിയ വിദ്യാർത്ഥികൾ ആണെങ്കിൽ പുതുതായിട്ട് നിങ്ങൾക്ക് മറ്റൊരു കോളേജിൽ അലോട്ട്മെൻറ്റ് കിട്ടുന്ന പക്ഷം നിങ്ങൾക്ക് ആദ്യം കിട്ടിയിട്ടുള്ള സീറ്റ് നഷ്ടപ്പെടുകയും പിന്നീട് പുതിയ കോളേജിൽ പോയിട്ട് അഡ്മിഷൻ നേടേണ്ടതായിട്ടും വരുന്നതായിരിക്കും. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റ് പരിശോധിക്കുന്നതിനായിട്ട് വിദ്യാർത്ഥികൾക്ക് LBS വെബ്സൈറ്റിലെ ഈ ഒരു സൈഡിലുള്ള 3 ലൈൻസിൽ ക്ലിക്ക് ചെയ്ത ശേഷം ലോഗിൻ ബട്ടണും ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ നൽകി വെരിഫൈ ചെയ്യുകയും അതുപോലെ രജിസ്ട്രേഷൻ ID-യും അതുപോലെ തന്നെ പാസ്വേഡ് നൽകി സൈൻ ഇൻ ചെയ്ത ശേഷം വിദ്യാർത്ഥികൾക്ക് പിന്നീട് ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് പേജിലേക്ക് പോകാവുന്നതും പിന്നീട് അത് താഴോട്ടേക്ക് നിങ്ങൾ ആ ഒരു പേജ് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് സ്റ്റാറ്റസ് എന്നുള്ള ഭാഗത്ത് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അലോട്ടഡ് എന്നും അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ല എങ്കിൽ നോ അലോട്ട്മെൻറ്റ് എന്നും പറഞ്ഞുകൊണ്ട് കാണാൻ സാധിക്കും. അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അവിടെ വ്യൂ അലോട്ട്മെൻറ്റ് ഡീറ്റെയിൽസ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാകും. അപ്പോൾ നിങ്ങൾക്ക് യുവർ അലോട്ട്മെൻറ്റ്സ് എന്നുള്ള പേജിലേക്ക് പോകുന്നതും നിങ്ങൾക്ക് ആദ്യമായിട്ടാണ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ളതെങ്കിൽ അവിടെ മേക്ക് പേയ്മെൻറ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാകും. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നവംബർ 25-ാം തീയതിക്കുള്ളിൽ വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ പോയിട്ട് അഡ്മിഷൻ നേടേണ്ടതാണ്. അതുപോലെ നിലവിൽ ഏതെങ്കിലും കോളേജിൽ അഡ്മിഷൻ നേടിയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് പുതിയൊരു കോളേജിലേക്ക് മാറ്റം ലഭിക്കുകയാണ് എങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു നേരത്തെ ലഭിച്ച കോളേജും പുതുതായിട്ട് അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജ് കോഴ്സുകൾ ഏതൊക്കെയാണെന്നുള്ള ഡീറ്റെയിൽസും കാണാൻ സാധിക്കുന്നതും പുതുതായിട്ട് അലോട്ട്മെൻറ്റ് ലഭിച്ച ആ ഒരു കോളേജിൻ്റെ നേരെ മെമ്മോ എന്ന് പറഞ്ഞുകൊണ്ട് കാണാനും സാധിക്കും. മെമ്മോ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. ആദ്യമായിട്ട് കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികൾ ഓൺലൈൻ പേയ്മെൻറ്റ് വഴി പേയ്മെൻറ്റ് ചെയ്ത ശേഷം മാത്രമാണ് നിങ്ങൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റ് മെമ്മോ കിട്ടുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഇപ്പോൾ ഈ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്യുന്നതിന് പുറമെ നിങ്ങൾക്ക് ഫെഡറൽ ബാങ്ക് ശാഖ വഴിയും ഫീ പേയ്മെൻറ്റ് ചെയ്യാനുള്ള അവസരമുണ്ടാകും. എന്നാൽ ഓൺലൈനായിട്ട് പേയ്മെൻറ്റ് ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത്. കാരണം വിദ്യാർത്ഥികൾക്ക് പെട്ടെന്ന് തന്നെ അലോട്ട്മെൻറ്റ് മെമ്മോ ഓൺലൈനായിട്ട് പേയ്മെൻറ്റ് ചെയ്താൽ മാത്രമാണ് കിട്ടുക. ബാങ്ക് വഴി ചെയ്യുകയാണെങ്കിൽ ഏകദേശം 24 മണിക്കൂറിന് ശേഷം മാത്രമേ അലോട്ട്മെൻറ്റ് മെമ്മോ ലഭ്യമാവുള്ളൂ. അതുപോലെ തന്നെ നവംബർ 25-ാം തീയതി വൈകുന്നേരം 4 മണിക്കകം അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾ അഡ്മിഷൻ നേടേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ച ശേഷം നിങ്ങൾ അഡ്മിഷൻ നേടിയിട്ടില്ല എങ്കിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ആദ്യമായിട്ട് ഒരു കോളേജിൽ അലോട്ട്മെൻറ്റ് ഒരു സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് വഴി കിട്ടുകയും എന്നാൽ നിങ്ങൾ അഡ്മിഷൻ നേടാതിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സീറ്റ് നഷ്ടപ്പെടുകയും പിന്നീട് വരുന്ന അലോട്ട്മെൻറ്റിലേക്ക് നിങ്ങളെ പരിഗണിക്കപ്പെടുകയും ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടി നിങ്ങൾ അഡ്മിഷൻ നേടാൻ ഉദ്ദേശിക്കുന്നില്ല എങ്കിൽ പ്രത്യേകിച്ച് നിങ്ങൾ ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്യേണ്ടതില്ല. കാരണം നിങ്ങൾക്ക് ടോക്കൺ ഫീ പേയ്മെൻറ്റ് കിട്ടാനായിട്ട് തന്നെ കുറേ ടൈം എടുക്കും. അതുപോലെ അലോട്ട്മെൻറ്റ് കിട്ടി നിങ്ങൾ അഡ്മിഷൻ നേടാതിരിക്കുകയാണെങ്കിൽ പിന്നീട് വരുന്ന അലോട്ട്മെൻറ്റുകളിലേക്ക് നിങ്ങളെ പരിഗണിക്കപ്പെടുന്നതും ആയിരിക്കില്ല. അതുപോലെ നിങ്ങൾക്ക് ലഭിക്കുന്ന അലോട്ട്മെൻറ്റ് നഷ്ടപ്പെടുകയും ചെയ്യുന്നതായിരിക്കും. അതുപോലെ നിലവിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച് അഡ്മിഷൻ നേടിയ വിദ്യാർത്ഥികൾ പുതുതായിട്ട് മറ്റൊരു കോളേജിൽ ഈ ഒരു സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് വഴി അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ ആദ്യം ലഭിച്ച സീറ്റ് നഷ്ടമാകുന്നതും പിന്നീട് പുതുതായിട്ട് അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ പോയിട്ട് അഡ്മിഷൻ നേടേണ്ടതായിട്ട് വരുന്നതും ആയിരിക്കും. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റ് റിസൾട്ട് നാളെ
രാവിലെയോ അല്ലെങ്കിൽ നാളെ ഉച്ചയോടെയോ നിങ്ങൾക്ക് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് റിസൾട്ട് അറിയാനായിട്ട് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് BSc നഴ്സിംഗ് കോഴ്സിൽ ഗവൺമെൻറ് കോളേജിലാണ് കിട്ടുന്നതെങ്കിൽ 23,000 അതായത് 23,000 24,170 രൂപയോളമാണ് ഫീസ് വരുന്നത്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു സെൽഫ് ഫിനാൻസിലാണ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾക്ക് ടോക്കൺ ഫീ പേയ്മെൻറ്റ് 25,000 രൂപയാണ് ആദ്യമായിട്ട് അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ വരിക. അതുപോലെ കോളേജിൽ ഏകദേശം 81,000 രൂപ നിങ്ങൾ ഫീ പേയ്മെൻറ്റ് ഇനത്തിൽ അടക്കേണ്ടതായിട്ടും വരുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ഈ ഒരു ഫീ പേയ്മെൻ്റ് ഒക്കെ അടച്ച് നിങ്ങൾക്ക് സെൽഫ് ഫിനാൻസിലാണ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾ ഫീ പേയ്മെൻറ്റ് ചെയ്ത് നിങ്ങൾക്ക് അഡ്മിഷൻ നേടാൻ സാധിക്കും എങ്കിൽ മാത്രമേ ടോക്കൺ ഫീ പേയ്മെൻറ്റ് അടക്കേണ്ടതായിട്ടുള്ളൂ എന്നാണ് പറയാനുള്ളത്. കാരണം വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ച് നിങ്ങൾ ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്യും, എന്നാൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് മെമ്മോ ലഭിച്ച ശേഷം നിങ്ങൾ കോളേജിൽ ഈ ഒരു ഫീ പേയ്മെൻറ്റ് അടക്കാനായിട്ട്, അതായത് ഏകദേശം 81,000 രൂപ സെൽഫ് ഫിനാൻസ് കോളേജിൽ കിട്ടുകയാണെങ്കിൽ അടക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് അടക്കാൻ സാധിക്കാതെ വരുന്ന പക്ഷം നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ആ ഒരു സീറ്റ് നഷ്ടപ്പെടുന്നതായിരിക്കും. പിന്നീട് നിങ്ങൾക്ക് പിന്നീട് വരുന്ന അലോട്ട്മെൻറ്റിൽ പരിഗണിക്കപ്പെടുന്നതുമല്ല. അതുപോലെ നിങ്ങളുടെ ആ ഒരു ടോക്കൺ ഫീ പേയ്മെൻറ്റ് കിട്ടാനായിട്ട് ഏകദേശം ഒരു 3-4 മാസത്തോളം എടുക്കുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ആദ്യമായിട്ട് കിട്ടിയിട്ട് അഡ്മിഷൻ നേടുകയാണെങ്കിൽ മാത്രമേ ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്യേണ്ടതായിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങളുടെ അലോട്ട്മെൻറ്റ് റിസൾട്ട് നാളെയോടെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. അലോട്ട്മെൻറ്റ് കിട്ടുന്ന വിദ്യാർത്ഥികൾ ഈ ഒരു നവംബർ 25-ാം തീയതി വൈകുന്നേരം 4 മണിക്കുള്ളിൽ അഡ്മിഷൻ നേടുകയും ചെയ്യേണ്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.